കേരളത്തിലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും അനുഗ്രഹം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കാൻ വേണ്ടിയിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. തീർച്ചയായിട്ടും നല്ലൊരു തെരഞ്ഞെടുപ്പ് ഫലം NDA പ്രതീക്ഷിക്കുന്നു. അതേയുള്ള ആകെ ഒരു ആശ്വാസം. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു MPയെ തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഇപ്പൊ എന്താ പറഞ്ഞ? ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഒരു MPയെ തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. ഒരു പൊടിക്ക് കിറുക്കുണ്ടോന്ന് കൂടി സംശയമുണ്ട്. സോമന് ഇപ്പൊ കിറുക്കൊന്നുമില്ല. ആഹാ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. രാജ്യം മുഴുവൻ ഒരു പ്രോ മോദി വേവാണ്. നമ്മൾ ചരിത്ര വിജയം നേടും. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. പത്തനംതിട്ടയിൽ എത്ര വോട്ടിന് ജയിക്കുന്ന പ്രതീക്ഷ? ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ ഞാനൊരു 4.5 ലക്ഷം വോട്ടിനും ഇടയ്ക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ആന്റോ ആന്റണി തന്നെ ഇപ്പം ഇത് രാഷ്ട്രീയ ചർച്ചയുടെ സമയമല്ല. കാര്യം 2-3 ദിവസമായിട്ട് ശ്രീ ആന്റോ ആന്റണി ഒരു പരാജിതന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. അദ്ദേഹം EVM-നെ കുറ്റം പറയുന്നു, കള്ള വോട്ടർമാരെ കുറിച്ച് പറയുന്നു. 2-3 ദിവസമായിട്ട് അദ്ദേഹം പരാജയം മുന്നിൽ കണ്ട് ഇന്ന് തന്നെ എക്സ്ക്യൂസുകൾ തേടിക്കഴിഞ്ഞു. നിങ്ങളെ പോലുള്ളവർക്കുള്ള ഷെയർ മുതലാളി എന്റെ കൈ തന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ VVPAT-ൽ ചിഹ്നം മാറി വന്നതായുള്ള പരാതി ഉയരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുടെ നേതൃത്വത്തിൽ കുമ്പഴ വടക്ക് ബൂത്ത് 1-ലാണ് പ്രതിഷേധമുയരുന്നത്. ഒരു വോട്ട് ചിഹ്നം, പക്ഷെ വോട്ട് മാറി BJP-യുടെ ചിഹ്നത്തിലേക്ക് മാറി വന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതാ നേരെ സാക്ഷി ഇവിടെ നിൽക്കുന്നു. ഇവരിവിടെ വന്ന് വോട്ട് ചെയ്ത് VVPAT നോക്കുമ്പം ഇവർ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഒരബദ്ധം പറ്റിപ്പോയി. പറ്റിപ്പോയത് പോരാഞ്ഞിട്ട് നിങ്ങളിപ്പോ അത് മറ്റൊരുത്തന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ വോട്ടിംഗ് മെഷീന് കൊണ്ടുവന്ന് ഞങ്ങൾ ടെസ്റ്റ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഈ റെഗുലാരിറ്റി കണ്ടെത്തി. താമരയ്ക്കാ പോകുന്നത്. ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾക്ക് ഇല്ലാത്ത സാധനം അവനവനുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. തണ്ടല്ലേ? എന്താ പറ്റോ? പറ്റില്ല. നിന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞു. Now you start your countdown. അപ്പം ഞങ്ങൾ പൂഞ്ഞാറിൽ ഇത് കണ്ടെത്തി. അപ്പോൾ ഞങ്ങളിതേ സംബന്ധിച്ച് അപ്പോൾ തന്നെ ജില്ലാ ഭരണാധികാരിക്ക് പരാതി കൊടുത്തു. ഇതിൻ്റെ വിശ്വാസ്യത ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പം എക്സ്ക്യൂസുകളാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. ഇത് തോക്കുന്നതിന് മുമ്പേ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു തുടങ്ങി. അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഇനി റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമേ ഉള്ളൂ. റിസൾട്ട് വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചിരിക്കണം. അപ്പൊ അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞാ പൊട്ടും. അത് പറഞ്ഞൊരു 4-5 കൊല്ലം പിടിച്ചിരിക്കണം. ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്, ഇതൊരു MPയെ തെരഞ്ഞെടുക്കേണ്ട തെരഞ്ഞെടുപ്പല്ല. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഇത് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവർക്കൊന്നും പ്രസക്തിയില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. NDA 400-ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ നിരവധി സീറ്റുകൾ BJP ജയിക്കും. അതിലൊന്ന് പത്തനംതിട്ടയായിരിക്കും. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ.